அந்த ரீமா கலிங்கல் எல்லாருக்கும் போன் பண்ணி நீங்க ஏன் இதை பத்தி பேசல, ஏன் சாவடிச்சிட்டு இருக்காங்க அந்த லேடிஸ். எல்லா இன்ஃபுளுசர்ஸ் பேஜ் கடியிலயும் போய் ஷேம் ஆன் யூ ஹவ் நாட் ஸ்போக்கன் அபௌட் தி கேரளா இஷ்யூன்றாங்க. பிஆர் ஓவர் ஒர்க் பண்ணிட்டு இருக்கா. அவங்க காசு கொடுத்து பண்ணின இன்டர்வியூஸ் முடிஞ்சிருச்சு. அதுக்கு மேல இன்ஃபுளுசர்ஸ் இந்த 238 பேஜ் டாக்குமெண்ட்டை பார்த்துட்டு we don't want to talk about it-ன்ட்டாங்க. இப்பட்ட முறையில சொல்றதுக்கே ஒண்ணும் இருக்காது அவங்களுக்கு. இந்த மாதிரி நடக்குதுன்னா நடக்க கூடாது. இந்த கேர்ள்ஸ் சுத்தி உட்காந்துட்டு தம் അടിച്ചിട്ട് വാങ്ങി കുടിച്ചിട്ട് എഴുതുന്ന ക്വസ്റ്റ്യൻസ് அவங்க ലൈക്ക്. ഹലോ ചങ്ങായിമാരെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്താണ്? ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ നടിമാരൊക്കെ അവർക്ക് ഈ മലയാള സിനിമയിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ കുറിച്ച്, പീഡനങ്ങളെ കുറിച്ച്, അതേപോലെ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച്, അതിനൊന്നും വഴങ്ങാത്തവർക്ക് ചാൻസ് ഇല്ലാത്തതിനെ കുറിച്ചും, ഇതിന് കാരണമാകുന്ന പവർ ടീമാണെന്നും, അതേപോലെ തന്നെ ഈ പറയുന്ന ഈ സിനിമ ഇൻഡസ്ട്രിക്കുള്ളിലുള്ള ചില പ്രമുഖരാണെന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പലരും അവർ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുന്നുണ്ട്, പലരും കേസുകൾ വാപ്പസ് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ. എന്നാൽ ഇത് മാത്രമാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസാരിച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതിൽ വെച്ച് വളരെ രൂക്ഷമായതും അല്ലെങ്കിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ കുറേ വിഷയങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയമായിരുന്നു മലയാളം സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ. മലയാള സിനിമ മാത്രമല്ല എല്ലാത്തിലുണ്ട്. എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ മലയാളം സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം, മദ്യത്തിന്റെ ഉപയോഗം, അത് ഈ സിനിമ സൈറ്റിലാവട്ടെ അതല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന വ്യക്തികൾക്കൊക്കെ ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഈ പറയുന്ന മെയിൽ സ്ട്രീം ചാനലുകളോ സോഷ്യൽ മീഡിയയിലോ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് കണ്ടില്ല. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒരുപാട് പേര് പൃഥ്വിരാജിനെ കയ്യടി വരെ കൊടുക്കുന്നത് നമുക്ക് കണ്ടതാണ്. ഞാനടക്കം ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്ത് പൃഥ്വിരാജിനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. എന്നാൽ ആ പൃഥ്വിരാജ് പോലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണമായത് തമിഴ് സിംഗർ, പോപ്പ് സിംഗറൊക്കെ ആയ ഒരു സുചിത്ര എന്ന് പറഞ്ഞ ഒരു ലേഡി ഇങ്ങനെ തന്നെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അവർ സംസാരിക്കാറുണ്ട്, തുറന്നടിച്ച് പറയാറുണ്ട്. അതുമൂലം ഒരുപാട് വിഷയങ്ങൾ ഈ പറയുന്ന തമിഴ് ഇൻഡസ്ട്രിയിലും അവിടെയൊക്കെ കേൾക്കാൻ നമുക്ക് കാണാറുണ്ട്. ആ വ്യക്തി ഈ പറയുന്ന റീമ കല്ലിങ്കലും അതേപോലെ തന്നെ ആഷിഖ് എന്നാൽ ഇപ്പൊ ഈ പറയുന്ന റീമ കല്ലിങ്കലിന്റെ ഭർത്താവാണ്, മുമ്പ് ലവറായിരുന്നു. അപ്പൊ അവരുടെ ഹൗസ് പാർട്ടികളെ കുറിച്ചും ആ ഹൗസ് പാർട്ടികൾക്കുള്ളിൽ നടക്കുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗങ്ങളെ കുറിച്ചും, അതും ചെറിയൊരു ആരോപണമായിട്ടല്ല അവർ പറയുന്നത്, അതൊരു വലിയൊരു ആരോപണമാണ്. വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതും അത് വെച്ച് തന്നെ അന്വേഷണങ്ങൾ വരേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ടിനി ടോമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ രണ്ട് നടന്മാരൊക്കെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു വിഷയം വന്നിരുന്നു. ആ വിഷയത്തിന്റെ സമയത്ത് തന്നെ ഈ പറയുന്ന മലയാള സിനിമക്കുള്ളിലെ ലഹരി മരുന്നുകളെ കുറിച്ചുള്ള ഉപയോഗത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ നടന്നാൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി. മലയാള സിനിമ ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗം എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് നടന്മാരെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ വരും. അതിൽ ഈ പറയുന്ന ടിനി ടോമിന്റെ ഇന്റർവ്യൂ വരും. അപ്പൊ അതിലടക്കം ഈ പറയുന്ന ടിനി ടോം പറയുന്നുണ്ട് ഇങ്ങനെ ലഹരി മരുന്ന് ഉപയോഗത്തെ കുറിച്ചൊക്കെ. അപ്പൊ ഇതേ വിഷയം തന്നെയാണ് ഈ പറയുന്ന സുചിത്ര എന്ന് പറയുന്ന ലേഡി ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിലായിരുന്നു ഇന്റർവ്യൂ. ആ വീഡിയോ കോളിൽ അവർ ഇതിനെക്കുറിച്ച് പറയണ്ടായിരുന്നു. ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു തംബ്നെയിൽ കാണാനിടയുണ്ടായിരുന്നു ഈ സുചിത്രയുടെ തന്നെ. അപ്പൊ ആ തംബ്നെയിൽ കണ്ടതിന് ശേഷമാണ് ഇവരുടെ ഈ വീഡിയോ കോൾ കാണാനിടയായത്. വീഡിയോ കോളിൽ അവർ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. നമുക്ക് ആ തംബ്നെയിൽ ഇങ്ങനെയായിരുന്നു: റീമ കല്ലിങ്കലിന്റെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. അത്തരം പാർട്ടികൾ പെൺകുട്ടികളും യുവാക്കളും പങ്കെടുക്കാറുമുണ്ടെന്ന് ഗായകി സുചിത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനോ ബന്ധപ്പെട്ട് തന്നെ വെറുതെ നോക്കിയപ്പോഴാണ് അവരുടെ ആ വീഡിയോ ഇന്റർവ്യൂ കാണാനിടയായത്. അതിൽ അവർ പറയുന്നു, നമുക്കൊന്ന് കേട്ടു നോക്കാം. വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയമാണ്. ഈ പറയുന്ന റേപ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റോ എന്നതിനേക്കാൾ ഉപരി ലഹരി മരുന്നുകൾ കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. സത്യം പറഞ്ഞാൽ ഒരാളുടെ മാനസിക നില തെറ്റുമ്പോഴാണല്ല കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസിനോട് പോലും ഇത്രയും മോശമായിട്ട് പെരുമാറുന്നത്. അപ്പൊ ആ പെരുമാറ്റത്തിന് പോലും ഇടയാക്കുന്ന ഇതുപോലെയുള്ള ലഹരി മരുന്നുകളായിരിക്കണം. അപ്പൊ ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മലയാള സിനിമയിലെ ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ പ്രമുഖ നടിമാരാവട്ടെ അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം. അതിന് ഇടയാക്കുന്ന ഇതുപോലെയുള്ള ലഹരി മരുന്നുകൾക്കെതിരെയാണ് ആദ്യം സംസാരിക്കേണ്ടത്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പലരും മറന്നു പോകുന്നതാണോ അല്ലെങ്കിൽ ചർച്ച ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് കരുതിയിട്ട് മിണ്ടാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം.
அந்த ரீமா கலிங்கல் எல்லாருக்கும் போன் பண்ணி நீங்க ஏன் இதை பத்தி பேசல, ஏன் சாவடிச்சிட்டு இருக்காங்க அந்த லேடிஸ். எல்லா இன்ஃபுளுசர்ஸ் பேஜ் கடையிலயும் போய் ஷேம் ஆன் யூ, யூ ஹவ் நாட் ஸ்போக்கன் அபௌட் தி கேரளா இஷ்யூன்றாங்க. ஓவர் ஒர்க் பண்ணிட்டு இருக்கா. அவங்க காசு கொடுத்து பண்ணின இன்டர்வியூஸ் முடிஞ்சிருச்சு. அதுக்கு மேல இன்ஃபுளுசர்ஸ் இந்த 238 பேஜ் டாக்குமெண்ட் பார்த்துட்டு we don't want to talk about it-ன்ட்டாங்க. முறையில சொல்றதுக்கே ஒண்ணும் இருக்காது அவங்களுக்கு. இந்த மாதிரி நடக்குதுன்னா நடக்க கூடாது. இந்த கேர்ள்ஸ் சுத்தி உட்காந்துட்டு தம் அடிச்சுட்டு வாங்கி குடிச்சிட்டு இதுல கொஸ்டின் அவங்க லைஃப் ஸ்டைல் அப்படி. we are talking about lifestyle ladies. இன்னைக்கு திடீர்னு வெள்ளம் சொல்லையுமா உட்காந்துட்டு பேசுறாங்கன்னா நாளைக்கே ப்ளீஸ் அவங்க just take a peep at their lifestyle. See, first of all, நான் அந்த ரிப்போர்ட்டையே நான் வந்து null and voidன்னு சொல்லிடுவேன். அதனால எந்த பெரிய மாற்றமும் வரப்போறது கிடையாது. சோ அத வந்து ஒரு இமேஜ் கிளீன் அப் ஃபார்மேட்டா வந்து இவங்க பார்த்தாங்கன்னா கண்டிப்பா சில பேர் முன்னுக்கு வந்து இதை சொல்ல வாய்ப்பு இருக்கு. ஏன்னா ரீமா was also going through a very very bad PR phase up to 2-3 years. அவங்க கரியர் அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னாலதான் மோஸ்ட்லி, where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. கொச்சி ரெய்ட் எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கலிங்கல் and அபு அவங்க பாய் ஃப்ரெண்ட் அந்த டைம்ல. like nobody is asking ரீமா கலிங்கல் this question that நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க. இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே தொடாத அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரக்ஸ் ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. கைஸ் ஆல்சோ இதெல்லாம் கொச்சி அவங்க அரெஸ்ட் பண்ண ரிப்போர்ட்ல இருக்கு. வாட் வாஸ் அ பாய் ஃப்ரெண்ட்ஸ் நேம்? அபு வாட் அபு அந்த டைம்ல 2 பேரும் தான் விசாரணைக்கு கூட்டிட்டு போனாங்க. அப்பட்டமா வந்துச்சு அவங்க 2 பேரும். ஜஸ்ட் ப்ளீஸ் அட்டாச் தட், ஏதாவது ஒரு ஸ்கிரீன்ஷாட் ஆஃப் தட் ஆர்டிகல் ஹியரா. சும்மா நான் ஏதோ ஒலாத்திட்டு இருக்கேன், அடியில கமெண்ட்ஸ் வரப்போகுது. நானே ஷாக் ஆனேன். ஓ ரீமா கலிங்கல் டஸ் திஸ் வாட் அப்படின்ட்டு. அந்த ஆர்டிகல் படிச்சுதான் எனக்குமே தெரியும் அந்த டைம்ல. அப்புறம் நான் வந்து அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதுங்கன்ட்டு. ஐயோ நாங்க அவங்க பார்ட்டியில ஒரு சாக்லேட் தொடவே மாட்டோம் அப்படிம்பாங்க. எனக்கு அதை பத்தி சொல்றதுக்கு ஒண்ணுமே இல்ல. இந்த தேதிக்கு சில நடிகர்கள்லாம் 2 லைன் நான் அடிக்கலைன்னா என்னால நடிக்கவே முடியாது, நான் செட்டுக்கே வரமாட்டேன்றாங்க. சோ அப்பனே லைன் கோலம் போட்டு கொடுக்குறோம். കേട്ടില്ലേ? ഇതിൽ ഈ ഗായിക സുചിത്ര പറഞ്ഞേക്കണ ചെറിയൊരു ആരോപണമൊന്നുമില്ല. അത് ക്രിട്ടിക്കലും ക്രൂഷ്യലുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, പുതിയ നടിമാരെ കുറിച്ചാണ് പറയുന്നത്. അവര് ആദ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നതും മദ്യം ഉപയോഗിക്കുന്നതും ഈ പറയുന്ന പാർട്ടികളിൽ കൂടിയാണ്. അതേപോലെ തന്നെ അതും റീമാ കലിങ്കലെ ആഷിക് കപൂറിന്റെയും കാര്യമാണ് ഇവരെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ വെർജിനിറ്റി പോലും ആദ്യമായിട്ട് നഷ്ടപ്പെടുന്നത് ഇവരുടെ ഈ പാർട്ടിക്കുള്ളിലാണെന്നും, അതേപോലെ തന്നെ ഇവരോട് പല ഈ പറയുന്ന ഡയറക്ടർമാരോ അല്ലെങ്കിൽ പുതിയ സംഗീത സംവിധായകന്മാരൊക്കെയാണ് ഇവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നതിനെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലാകട്ടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇത്രയും വലിയ ആരോപണങ്ങളെ കുറിച്ച് ഇവരാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗായികയാണ്, അത് സെലിബ്രിറ്റിയാണ്. അപ്പൊ ഇനി അന്വേഷണം വരുമ്പോൾ ഇവരോട് ചോദിക്കണം, ഇവരെ മൊഴി എടുക്കണം, ആരൊക്കെയാണ് ഇവരോട് ഈ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞേക്കണം എന്ന് അന്വേഷിക്കണം. ഇതൊക്കെ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ വിഷയങ്ങളാണ്. കാരണം ഇത്രയും വലിയ വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ മലയാള സിനിമയെ നാറ്റിക്കുന്ന രീതിയിലുള്ള, ഇതും നാണം കെടുന്ന കാരണമാണെങ്കിൽ പോലും അപമാനിക്കുന്ന രീതിയിൽ, മലയാള സിനിമയെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് വലിയൊരു സംശയമുണ്ട്. ഇനി വലിയ പ്രമുഖരും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ലഹരി മാഫിയക്കുള്ളിലുള്ളത് കൊണ്ടാണോ അല്ലാത്തത് കൊണ്ടാണോ അറിയില്ല. എന്നിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചെങ്കിലും ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ബൈ.